ഹലോ ഗൈസ്, അപ്പം നമുക്കിന്നൊരു കപ്പ് ബിരിയാണി ഉണ്ടാക്കിയാലോ? അതിനായി 1.5 കിലോ ബീഫ് കഴുകി വൃത്തിയായി കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാക്കി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലോട്ട് ശകലം മീറ്റ് മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് ഞാൻ സവോള ഇടാൻ മറന്നുപോയായിരുന്നു, സവോള കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് സവോളയും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടി നന്നായിട്ട് വരട്ടിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വരട്ടിയെടുക്കണേ. അതിന് ശേഷം നമുക്ക് 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മീറ്റ് മസാല ഇതെല്ലാം കൂടി അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇടാൻ മറക്കരുതേ. ശേഷം നമുക്ക് തേങ്ങ ചിരവിയത് നന്നായിട്ട് വറുത്തെടുക്കണം. അതും ലോ ഫ്ലെയിമിൽ വേണം. അത് കളർ മാറി വന്നിട്ടുണ്ട്. അത് ഒട്ട് ലേശം മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബീഫ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ആ അരപ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വാട്ടുകപ്പയാണ് എടുത്തേക്കുന്നത്. നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ലാസ്റ്റ് നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുരുമുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. ഗൈസ്, നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് സവാളയും മുളകും കൂടി തൂവി കൊടുക്കാം.